ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. സമയം ഏകദേശം 7:30 ആവുന്നു മോർണിംഗ്. അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. എന്താ വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജാണ്. +1 +2 പഠിച്ച അതിലുപരി ഞങ്ങളെല്ലാ ഫ്രണ്ട്സും ഒത്തുകൂടാൻ പോകുന്നു. ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എല്ലാ വിവരങ്ങളും അവിടെ ചെന്നിട്ട് കാണാം. ആരുടെയാണ് മാരേജ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാതെ അപ്പോൾ അവിടെ ചെന്ന് കാണാം. ഓക്കെ, അങ്ങനെ യെസ്, ഞാൻ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. അവൻ്റെ കാറിലാണ് പോകുന്നത്. സോ അപ്പോൾ അവൻ പോയിട്ട് കാറൊക്കെ എടുത്തു. കുറച്ച് ലൈറ്റായി. സോ കുറച്ച് നേരത്തെ തന്നെ വിചാരിച്ചാണ്. 9:10 വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി പോകുന്ന വഴിക്ക് വേറൊരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതെത്തി. ഇങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി ബാക്കി വിശേഷങ്ങളെല്ലാം പതിയെ അറിയാം. ആരുടെ മാരേജാണ്, എന്താണ് ഇവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ അപ്പോൾ നമുക്ക് പതിയെ കാണാം. ഓക്കെ, അവന് എന്തോടിക്കാൻ വേണ്ടി പോയിക്കുകയാണ്. പെൻഡ്രൈവോ എന്തോടിക്കാൻ വേണ്ടി പോയിക്കുകയാണ്. ഞാൻ ഒറ്റക്കോളും. പിന്നെ വീഡിയോ ഇടാത്ത എന്താ വെച്ചാൽ കുറേ ചെറിയ ബിസിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അധികം വീഡിയോ ഇടാൻ പറ്റാത്തത്. സോ ഇനി വീഡിയോ ഇൻഷാ അല്ലാഹ് എന്തായാലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാണാം. അപ്പോൾ ഗയ്സ്, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് ഒരാൾ കേട്ടോ, ഒരു ഫ്രണ്ടാണ്. അവർക്ക് ക്യാമറ മുന്നിൽ ഭയങ്കര മടിയെന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ പോകെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരാളെ പിക്ക് ചെയ്യാണ്ട്. എടാ, നമ്മൾ എത്ര വർഷമായിട്ടും കണ്ടോ? ഇപ്പോൾ ഏകദേശം സ്കൂള് കൂടിയ ശേഷം പിന്നെ കണ്ടില്ലല്ലേ? കുറേ വർഷത്തോളം ഏകദേശം കണ്ടിട്ട് ഞങ്ങള്. അപ്പോൾ ഞങ്ങള് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരുടെ കല്യാണമാണ് എന്താന്നൊക്കെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് അറിയാം. സോ ഞങ്ങള് പോവാണ്. യെസ്, പോയിട്ടോ. അപ്പൊ നമ്മൾ അടുത്ത ആളെ എത്തി. ഇവിടെ ഏതോ ഒരു ബാറിന്റെ അടുത്ത നിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര ക്യാമറ മുമ്പിൽ ഭയങ്കര ഗ്ലാമറാണ്. അപ്പൊ ബാറിന്റെ അടുത്ത് എവിടെയൊക്കെ നിക്കുന്നെന്ന് പറഞ്ഞു. എവിടെ നാവോ ഇവിടെ കാണുന്നില്ല ഗൈസ്. ഇതാണ് ഒരു ബാറ്. ഇവിടെ കാണുന്നില്ലല്ലോ. ആ നിക്കുന്നതാണോ? തോന്നുന്നു. അവിടെ നിക്കുന്നുണ്ട് ഗൈസ്. ഞങ്ങളെത്തി ഗൈസ്. ഒരു 2 മിനിറ്റ് വെയിറ്റ്. എന്തിനും കല്യാണം കഴിഞ്ഞിട്ട് പോകാനുള്ള ഒരാൾ ചായ കൊടുക്കാനാണ് മണ്ടാറടങ്ങ്. ഇവനെയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് വൈശാഖ്. വണ്ടി ആരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നൊക്കെ പറയുന്നത്. സാർ കേറും സാർ. റോട്ടിൽ നിൽക്കുന്ന വണ്ടി 3 പേർക്ക് പോകാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഈ വണ്ടി എടുത്തിരിക്കുന്നത്. എടാ, ഒരു ഹായ് പറടാ. പെട്ടെന്ന് സ്റ്റോപ്പിലെത്തി സാർ. ഹായ്, ഹലോ. അപ്പൊ നമ്മൾ എങ്ങനെ പോകുന്നത്? പക്ഷേ പൊളിച്ചു. ആരുടെ കല്യാണം ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മള് കല്യാണത്തിന് പോകുന്നു. ഇല്ല കല്യാണം കൂടാൻ പോകുന്നത്. അവളെ വിളിച്ചിട്ട് ഇനിയിപ്പോ എന്തായാലും പൊളിഞ്ഞു, സസ്പെൻഡൊക്കെ പൊളിഞ്ഞു. ഇനിയിപ്പോ വിളിച്ചിട്ട് രാവിലെ 7:05 വിളിച്ചിട്ട് എവിടെയെന്നൊക്കെ എത്തി. ഭയങ്കര സന്തോഷത്തിലാണ്. ഭയങ്കര ഞങ്ങള് +2 ബാച്ചാണ് ഞങ്ങള്. സോ ഞങ്ങളെല്ലാവരും കാണാൻ നിൽക്കുകയാണ്. ഇപ്പൊ ഞങ്ങളിവിടെ എടത്തറ എത്തി. പാലക്കാട് ജില്ല എടത്തറ. ഞങ്ങള് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരാടാ? ഓക്കെ ഗൈസ്, പതിയെ നീ വിളിച്ചാന്ന്. അപ്പൊ ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും. മൊയിലാളി നോക്കും. മൊയിലാളി ഒന്നും കിട്ടും. നിന്റെ ആളാണല്ലോ. ഏകദേശം നമ്മള് പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടിട്ട് ഏകദേശം വർഷത്തോളം ആയിട്ടോളെ. +2 ബാച്ച് കഴിഞ്ഞ എത്ര വർഷത്തായിരുന്നു? 3.5 ആയിട്ടുള്ളൂ. 3.5 ഏകദേശം 4 വർഷത്തോളമായി ഞങ്ങൾ കണ്ടിട്ട്. ഞങ്ങളടക്ക് കാണാറുണ്ട്. ഞങ്ങൾ പിന്നെ കാണാറില്ലായിരുന്നു.
ഞാൻ ജയിക്കുന്നത്. അപ്പോ എനിക്ക് കടന്നു ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്ന് കാണാം. അറിയാണ്ട് റെന്റിന് സോ ഞങ്ങൾ ചെറിയ കാറൊക്കെ ഉദ്ദേശിച്ചു, പക്ഷെ എനിക്ക് വീണ്ടും വലിയ കാർ 3 പേർക്ക് വേണ്ടി വലിയ കാറായിട്ട് അത് വരെ അടുത്ത് തന്നെ കൊണ്ടുപോയി ഞങ്ങൾ പോവുകയാണ്. നടക്കല്ല, സോറി, വണ്ടിയില് ഇടയ്ക്ക് നടക്കുന്ന ആ ബസ് ഓർമ്മയുണ്ടോ നിനക്ക്? നമ്മൾ പോകുന്ന ബസ് മുഹൂർത്തം. ഇപ്പൊ 9:25. ഞാനല്ല വൈകിച്ചത്, ഇവൻ കാർ എടുക്കാൻ പോയി. സോ അങ്ങനെ കുറച്ച് വൈകി. പിന്നെ എന്താ വെച്ചാ വേറെ എവിടേക്കാ വിചാരിച്ച വണ്ടി കിട്ടിയില്ല ഞങ്ങൾക്ക്. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ ഞങ്ങൾക്ക് 3 പേർക്ക് പോകാൻ വണ്ടി ഞങ്ങൾ വലിയ വണ്ടി റിച്ചാക്കി മാറ്റി. അങ്ങനെ ഓക്കെ. ഞങ്ങളെ ഔട്ടിംഗ് ഡ്രസ്സിങ് ഇതൊക്കെ ഉണ്ടോ, ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആൻഡ് ഗ്രേ ബ്ലൂ. ഇതാണ് ഞങ്ങൾ പോകുന്ന ബസ്. ഞങ്ങള് അധികം പോയിന്ന ബസ്. ഇപ്പൊ എവിടെ എത്തിയതാ? പറളി, അതായത് നമ്മളെ കോളേജില്ലേ കർണാടകയിലെ വണ്ടി. അപ്പൊ ഞങ്ങള് പഠിച്ചിരുന്ന കോളേജിന്റെ അടുത്ത് എത്താറായി. +1 +2 പഠിച്ചിരുന്ന കോളേജിന്റെ അടുത്ത് എത്താറായി. ആ നിൽക്കുന്ന ബസ്സൊക്കെ ഞങ്ങള് നിൽക്കുന്ന ലോങ്ങില് കുറെ ബസ്. ഏകദേശം ഞങ്ങള് പറളി എത്തി. പറളി ജംഗ്ഷൻ കോളേജിൽ വേണ്ടത്. അപ്പൊ ഈ വഴിക്കാണ് ഞങ്ങൾ കല്യാണത്തിന് പോകുന്നത്. ഏകദേശം ഇവിടുന്ന് കുറച്ച് പോകേണ്ടതുള്ളൂ, കുറച്ച് ലോങ് ഉണ്ട് പോകണല്ലേ. 4 കിലോമീറ്റർ ആണ് ഇത്. ഏകദേശം ആ ഭാഗത്തേക്കുള്ള ബസ്സാണ്. അപ്പൊ ഗേസ് ഞങ്ങൾ വീണ്ടും യാത്രയായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം കുറച്ച് ടൈമിനുള്ളിൽ എത്താറായി. ഏകദേശം ഇപ്പോ 9:30 ആവാറായി. 9:30 ആവാറായി. സോറി ഗേസ്, ഇന്നലത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ ആവുകൊണ്ടാണ്. അപ്പൊ ഇന്ന് ഞങ്ങള് ഞാനോ എടാ അങ്ങനെ പറയടാ. അല്ല, പല്ല് വേദനയല്ല. സോ എന്താ വെച്ചാ ഈ പുതിയ പല്ലെന്നൊക്കെ വരികയെന്നൊക്കെ പറയില്ല, അണപ്പല്ല്. അങ്ങനെ ഓരോ ഭാഗത്ത് എന്താ പറയുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. അതാണ്. അപ്പൊ ഞങ്ങള് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഗേസ്. ഇതാണ് സ്ഥലം ഗേസ്. നോക്കൂ ഗേസ്. സത്യം പറഞ്ഞ കൊറേ ഗേസ് എന്ന് വിളിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ മൊത്തം ഗേസ് തന്നെ ഉണ്ടാവുള്ളൂ. ഹലോ. ഗേസ് പാടങ്ങളും കൃഷിസ്ഥലങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന പൊളി സ്ഥലമാണ്. ഞാൻ പറഞ്ഞില്ല ഓടന്നൂർ പുഴ. ഞങ്ങള് പുഴ ഭാഗത്തെത്തി. ഓടന്നൂർ പുഴ ഇവിടെയൊക്കെ വന്ന് കുറെ ആയിട്ടുള്ളൂ ഗൈസ്. ഞങ്ങളന്ന് എല്ലാവരും കൂടി +1 +2 ബാച്ചില് സീനിയേഴ്സും ജൂനിയേഴ്സും ഒക്കെ ആയിട്ട് വന്നതല്ലേ കുറെ മുമ്പായിട്ട്. എടാ പറടാ നമ്മളെ വിശേഷം പറ. അതല്ല നമ്മള് എങ്ങനെയായിരുന്നു എൻജോയ്മെന്റ്, നമ്മൾ ആരാണ് എങ്ങനെയാന്നൊക്കെ പറടാ. നീ എന്താ മിണ്ടാതിരിക്കുന്നത്? ഗൈസ് ഇവര് ആദ്യമായിട്ടാണ് എന്റെ വീഡിയോയിൽ വരുന്നത് കേട്ടോ ഗൈസ്. അപ്പോ ഇനി മുതൽ ഇൻഷാല്ലാ തീർച്ചയായിട്ടും വീഡിയോസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഏകദേശം ഞങ്ങള് പാട്ട് വെക്കാൻ പോവാണ്. അപ്പൊ കോപ്പിറൈറ്റ് കിട്ടും. അപ്പൊ ഇനി ബാക്കി വിശേഷം അവിടെ പോയിട്ട്. അപ്പൊ ഗൈസ് ഞങ്ങള് കല്യാണ വീട്ടിലെത്തി. കല്യാണ വീട്ടിലെത്തി. പിന്നെ റോട്ടിൽ കൊണ്ടുവരും. നീ ഫ്രണ്ട് അങ്ങനെ വണ്ടി നിർത്താൻ എവിടെ പാർക്ക് ചെയ്യുന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ ഗൈസ് ഞങ്ങളങ്ങനെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ നോക്കുന്നുണ്ട് നമ്മള് വലിയ കാറിൽ വന്നോണ്ട്. കിണറൊന്നുമില്ലല്ലോ. ബാക്കിലെല്ലാം നോക്കുന്നുണ്ട്. അങ്ങനെ എത്തി. മതിയോ? ഗ്ലാമർ കള്ള ഗ്ലാമർ ഉണ്ട്. ഇവിടെ എത്തിയില്ലേ? എത്തി പറടാ. എത്തിയിരിക്കണു. എവിടെ ഗായത്രി? എവിടാ? അപ്പൊ ഞങ്ങള് കല്യാണത്തിന് എത്തിയിരിക്കുന്നു ഗേസ്. കല്യാണത്തിന് എത്തി ഗേസ്. ഞങ്ങളെ വീട്ടിലെത്തി. ഞങ്ങൾ കാർ പാർക്ക് ചെയ്തു. ജസ്റ്റ് വിളിച്ചു നോക്കാം.
വൈശാഖ് ഹലോ കൺഫ്യൂസ്ഡ് ആണ്. കം ബ്രോ കം 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 അർഷാദ് വൈശാഖ് ചോറ് ഇവിടെ തോന്നുന്നു ഫുഡ് എടുക്കുന്നത്. സ്റ്റോപ്പിലല്ല ഞങ്ങളിപ്പോൾ അവളുടെ വീടെത്തി. നീ ആ സ്റ്റോപ്പിൽ നിന്ന് ഓടനോട് താഴേക്ക് ഇറങ്ങി വാ. ഒപ്പം പോവാം. ഗൈസ് ഞങ്ങൾ ചില ഫ്രണ്ട്സ് ഉണ്ട്, അവിടെ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കല്യാണ പെണ്ണിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കല്യാണ പെണ്ണ് ഫോൺ എടുക്കും തോന്നി. സ്പീക്കറിലാണ് ഗൈസ്. കല്യാണ പെണ്ണിനെ വിളിച്ചുകൊണ്ടിരിക്കുക ഗൈസ്. അപ്പോൾ എടുക്കുമല്ലെന്ന് അറിയില്ല. ഞങ്ങൾ കാർ പാർക്ക് ചെയ്തു, കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ഫ്രണ്ട്സിനൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എടുക്കുന്ന ഒട്ടും വിശ്വാസമില്ല ഗൈസ്. ഗൈസ് എടുക്കുന്നില്ല ഗൈസ്. ഗൈസ് പട്ടു ഗൈസ്. താങ്കൾ വിളിക്കുന്ന കോൾ ഇപ്പോൾ സ്വീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ വീണ്ടും ട്രൈ ചെയ്യാം ഗൈസ്. പണിക്കാളി ഗൈസ്. എന്താടാ എവിടെ പോയാലും ഇങ്ങനെയാണല്ലോ ഗൈസ്. വെള്ളം വരുന്നില്ല എന്നാണ് അവന്റെ പണി. പഞ്ചായത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇവിടെ എവിടെയല്ലടാ നമ്മളെ മാഷിന്റെ എന്താ സാറിന്റെ പേര്? ശ്രീനിവാസനല്ല, ശ്രീകുമാർ. ശ്രീകുമാർ സാറിന്റെ വീട് ഇവിടെയാണ്. സാർ ഞാനിപ്പോ ഞങ്ങളെ പഠിപ്പിച്ച സാറുമാരെ വീടൊക്കെ കാണിച്ചു തരാം. യെസ്. അപ്പൊ ഇതാ ഈ വഴിക്കാൻ ഞങ്ങൾ കല്യാണം കഴിഞ്ഞോ? ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് തല്ലുണ്ടായിരുന്നു ഗൈസ്. ഞങ്ങൾ കണ്ടിട്ടില്ല. സാറുമാരെ മാരേജ് ഒക്കെ കഴിഞ്ഞെന്ന് പറയണ്ട ഗൈസ്. ഒന്നിനും വിളിച്ചു നോക്ക്. കല്യാണ പെണ്ണ് ഫോൺ എടുക്കണില്ല. അവിടെ എത്തിയിട്ട് വിളിക്കാന്നാ പറഞ്ഞാണ്. പണി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യാൻ. ഗൈസ് ഞങ്ങളൊരു ഫ്രണ്ട് വന്നു ഗൈസ്. ഞങ്ങളൊരു ഫ്രണ്ട് വന്നു. അവനാണ് വൈഫും. ഹലോ അസ്സലാമലൈക്കും. ഹായ്. അപ്പൊ ഗൈസ് അവനും അവന്റെ വൈഫ് എത്തിയിട്ടുണ്ട്. ഇവനാണ് ഒരുത്തൻ. ഞങ്ങളെ ഗ്രൂപ്പില് അങ്ങനെ മൂന്നാമത്തെ ആളെ മാരേജ് കഴിഞ്ഞ ആളാണിത് ഗൈസ്. അപ്പൊ ഞങ്ങള് കുറച്ച് നേരത്തെ എത്തി, ഭക്ഷണമൊക്കെ കഴിച്ചു. കല്യാണം കഴിഞ്ഞപ്പോ ഗൈസ് ചക്കൻ കുറച്ച് ഗ്ലാമർ ഒക്കെ അയക്കുന്നു. കല്യാണം കഴിഞ്ഞപ്പോ ഗൈസ് ചക്കൻ ഗ്ലാമർ അയക്കുന്നു ഗൈസ്. ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? കണ്ടു പഠിച്ചിട്ട് ഇറങ്ങി. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പതിയെ അറിയിക്കുന്നതാണ് ഗൈസ്. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പാവം പെണ്ണിനൊറ്റക്കാക്കി ചെക്കൻ മുമ്പിൽ വണ്ടി എടുത്ത് പോയി. അടുത്ത രണ്ട് ടീമുകൾ എത്തിയിരിക്കുന്നു. ഹലോ ഗൈസ്, അടുത്ത ടീം എത്തിയിരിക്കുന്നു. അയ്യോ ശരത്ത് കുറെ വർഷങ്ങൾക്ക് ശേഷം കാണുക ഗൈസ്. ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കല്യാണ പെണ്ണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞ്. അപ്പൊ ഏകദേശം ഞങ്ങൾ നമ്മളൊരു ഫ്രണ്ട് എടാ മാസ്ക് ആയിക്കോ, കുഴപ്പമൊന്നുമില്ല, കൊറോണ അല്ലേ. യെസ്, നമ്മൾ അഭിലാഷ്, വിശാഖ്, ഇതൊക്കെ വിശേഷം സുഖല്ലേ? കുറെ വർഷങ്ങൾക്ക് ശേഷം കാണുകയല്ലേ നമ്മള്. എക്സാം വേണ്ടി പിന്നെ കണ്ടിട്ടില്ല. ശരത് വാ മാസ്ക് അയക്കണോ? ഇതാണ് ഒരു ഫ്രണ്ട്. ഞങ്ങൾക്ക് എത്ര വർഷമായി കണ്ടിട്ടുണ്ടാവും? 6 വർഷത്തോളമായി ഞങ്ങൾ കണ്ടിട്ട്. 4 വർഷത്തോളായില്ലേ. പ്ലസ് 2 എക്സാം വേണ്ടി പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. ഞങ്ങൾ കല്യാണ പെണ്ണെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, റെഡി ആയിക്കൊണ്ട് നിൽക്കുന്ന പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഏകദേശം ബാക്കി വിശേഷങ്ങളൊക്കെ പതിയെ അറിയാം. എന്താടാ എന്നെ സഹിച്ചെന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ പോവുകയാണ് ഗൈസ്. അപ്പൊ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കല്യാണ പെണ്ണിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. വീട് അവിടെയാണ്. എന്ത് ആ ചാനലുണ്ട്. സോ ഇവർക്കൊന്നും ഇപ്പോഴാണ് അറിയുന്നത് ചാനലുണ്ടോ ഇല്ല എന്നുള്ളത്. അല്ല ചെക്കൻ്റെ വീട്ടുകാരൊക്കെ വന്നോ? അടിപൊളി. ചെക്കൻ്റെ വീട്ടുകാർ വന്നോ ഇല്ലെന്ന് ഇല്ല ചെക്കൻ്റെ വീട്ടുകാർ വന്നു.
വേണ്ട. കല്യാണ പെണ്ണി അങ്ങനെ കല്യാണ പെണ്ണിന്റെ വീട്ടിലെത്തി. ഹായ് പറഞ്ഞേ. ഓക്കെ ഓക്കെ. ശരത്തില്ല, നിങ്ങളെന്താ പുറത്ത് നിൽക്കുന്നത്? ഞാനല്ലല്ലോ ഉള്ളിൽ പോയി നിൽക്ക്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അതിൻ്റെ ഉള്ളിൽ ഷൂട്ട് ഹായ് പറടോ. ഇങ്ങോട്ട് വാ. അങ്ങോട്ട് പുറത്ത് പോകാൻ പറ്റില്ല. കുറച്ച് ഗ്ലാമർ കൂടി തോന്നുന്നു കല്യാണം ആയപ്പല്ലേ. ചെറുതായിട്ട് എന്താ പറഞ്ഞു? എന്താ മേക്കപ്പ് കുറച്ച് കൂടുതല. ഗൈസ്, നമ്മുടെ വരൻ വന്നെത്തിയിട്ടുണ്ട്. വരൻ വന്ന കാറാണത്. വരനെ വിളിക്കാൻ കുറെ പേരുണ്ട് അവിടെ. എന്താ ഇറങ്ങാത്ത? ഗൈസ്, അവിടെ ചെക്കനെ വരെ വലിക്കാൻ താലൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട് പെണ്ണിന്റെ വീട്ടിൽ നിന്ന്. ഗൈസ്, അവിടെ ചെക്കനെ വരെ വലിക്കാൻ വേണ്ടി താലം പിടിച്ചു നിൽക്കുന്നുണ്ട് പെണ്ണിന്റെ വീട്ടില്. താലം. ചെക്കൻ ഇനിയും കാറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ആ വെയിറ്റിംഗ്. എല്ലാവരോടും ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഹലോ ഗൈസ്, ചെക്കനെ വരെ വലിക്കാൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ഗൈസ്, താലമായി കുറെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കൊറോണയ്ക്ക് ശേഷം പിന്നെ ഒരു മാരേജിന് കൂടുന്നില്ല. അത് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ഗായത്രി. ക്യാമറാമാൻ എല്ലാവരും നേരെ നിൽക്കാൻ പറയുന്നൊക്കെ ഉണ്ട് ഫോട്ടോ എടുക്കാൻ. വല്ലാത്ത കഷ്ടമായി. ഗൈസ്, അങ്ങനെ ചെക്കൻ ഇറങ്ങിയിട്ടുണ്ട്. ഗൈസ്, ചെക്കനെ വരെ വലിക്കാൻ ഇതാ പോകുന്നു. ഗൈസ്, അതാണ് ചെക്കൻ. ചെക്കൻ വന്ന് ഇറങ്ങി. അതാ ചെക്കൻ. നിനക്ക് കാണുന്നില്ലേ? അത് നമുക്ക് ക്ലിയർ ആക്കാം. ഗൈസ്, ചെക്കനെ വരെ വരയ്ക്കാൻ നമ്മുടെ പെണ്ണിന്റെ വീട്ടുകാരൊക്കെ പോയിട്ടുണ്ട്. താലവുമായില്ലേ? താലം എന്നല്ല പറയുന്നു. നിങ്ങൾ എവിടെയായിരുന്നു? ബിസി ആയിരുന്നല്ലോ. അങ്ങ് ഹിമാലയത്തിൽ പോയോ? അപ്പൊ കണ്ടതാ, പിന്നെ കണ്ടിട്ടില്ല. I'm waiting for you. എന്താ പറയുക ചെയ്യുന്നതെന്ന് അറിയുന്നില്ല. ഗൈസ്, അതാ നിക്ക്. ഗൈസ്, അങ്ങനെ ചെക്കൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ഇവരെന്താ അവിടുന്ന് വരാത്തെന്നറിയില്ല. അവിടെ ഗായത്രി വെയിറ്റിംഗ്. കല്യാണ പെണ്ണ് ഭയങ്കര സ്ട്രിക്റ്റിംഗ് ആണ്. എന്താ വെച്ചാൽ അങ്ങനെ ഞങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട് ചെക്കനത് അവരെ വെൽപ്പിച്ച് കൊണ്ടുവരുന്നു. അങ്ങനെ ഒന്നും വിചാരിക്കില്ല ഗൈസ്. ചെക്കൻ വന്നു. ഒന്ന് നിൽക്കണേ, വീഡിയോ എടുക്കാൻ പോകുന്നു. അങ്ങനെ ചെക്കൻ വീട്ടിലേക്ക് ഇതാ കയറാൻ പോകുന്നു. ബാക്കി വിശേഷങ്ങൾ അറിയാം.
നല്ലത്. ഇവര് കാണില്ലേ? ഓക്കെ, ഡെഫിനറ്റ്ലി. ഇനി വന്നിട്ട് നിങ്ങളെ കാണില്ലടാ. സെറ്റ് കയ്യിലാണ്, നോ പ്രോബ്ലം. ഗൈസ്, ചെക്കൻ കട്ട വെയിറ്റിംഗ് ആണ് പെണ്ണിന് വേണ്ടിയിട്ട്. ഹായ് ഹായ്. മാസ്ക് മാറ്റി സുമേഷ് തന്നെ. സോറി ഗൈസ്, വെയിറ്റിംഗ് ഫോർ ഗായത്രി ആൻഡ് ചെക്കൻ. അവിടെ നിൽക്കുന്നുണ്ടടാ. ഇല്ലല്ല ഗൈസ്, ഇത് വരുന്നു, ഗായത്രി വരുന്നു. എന്റെ കയ്യിൽ നോക്കില്ല, അത് ബ്ലറാവും തോന്നുന്നു. ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ് ഇട്ടിട്ടുണ്ടോ? ഞാനല്ല ഇട്ടിരിക്കുന്നത്. എന്റെ ബാക്ക് വന്നു. ഇത് മിക്കവാറും നാളേക്കല്ല അപ്ലോഡ് ചെയ്യാം കേട്ടോ. കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. Guys, എന്ത് കറണ്ടാ പോയാലും എന്താ ക്ലാം ചേട്ടായി പൊട്ടിക്കും പറയണ പൊട്ടിക്കും.
കൈയൊക്കെ ഇതാവാണ് ശരത്തെ എടാ സ്റ്റിക്കിന്റെ ആവശ്യമില്ല എന്റെ കയ്യല്ലേ കേട്ടല്ലോ നീ എന്താ കഴുകി എന്താ പറ്റിയ എനിക്ക് അയ്യോ കാണുന്നില്ല V20 കൈ വരക്കുന്നു ഗൈസ് സോറി ഗൈസ് സാധനം തിരിച്ചു പൊട്ടിച്ചു ഗൈസ് എന്തെങ്കിലും കോമഡി വേണ്ടേ ഓ എനിക്ക് എനിക്ക് സപ്പോർട്ടിങ് ആണ് എനിക്ക് അല്ലേ നീ അവിടുന്ന് ഞാൻ ക്ലാസ് ഉണ്ട് കടയുണ്ട് ക്ലാസ് ഉണ്ട് ചെറിയ മാഷാണ് ഞാൻ ഇൻവെസ്റ്റിഗേഷൻ്റെ ഫോറൻസിക്കലെ വിളിക്കട്ടോ കാലി കെട്ടി കഴിക്കില്ലേ എടുത്തു കഴിഞ്ഞു ഇവരൊന്നും കാണേയില്ല ഹർഷ ഹായ് അവർക്ക് പിന്നെ എടുക്കാൻ ഇഷ്ടമില്ല ഫുൾ വീഡിയോ തന്നെ എടുക്കുന്നത് ഡാഡിക്ക് എത്തുന്ന ടൈമിലുള്ള വീഡിയോ അത് മാത്രമേ ബാക്കി യൂട്യൂബ് കണ്ടാൽ മതി നാളെ അപ്ലോഡ് ചെയ്യുള്ളൂ വയ്യെന്നടിക്കില്ല ഐ ആം ടയർഡ് ഗൈസ് അത് കുഴപ്പമില്ല സംതിങ്ങോളം സിനിമയുണ്ട് 1.5 GB ആണ് സിനിമകൾ അപ്പോഴൊക്കെ കാണുന്നില്ല ഇപ്പോഴാണ് കാണുന്നുള്ളൂ പെട്ടെന്ന് കിട്ടുന്നില്ല നടന്നോ എടാ നമ്മൾ വെറുതെ പേരെന്താണ്? എൻ്റെ പേരോ എൻ്റെ പേര് അമീർ സുഹൈൽ എന്താണ് പറയുന്നത് നമ്മുടെ വലിയ ഫോണിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ് അങ്ങനെ തന്നെ ആവല്ലേ
പിന്നല്ല ഓക്കെ. എൻ്റെ ഇഷ്ടം ഇല്ലല്ല ഫ്രണ്ടാണ്. എത്ര വർഷത്തോളമായി കണ്ടിട്ടുണ്ടാവടാ? ഏകദേശം 4. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു കാര്യമില്ല, നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ഇതെന്റെ ഫ്രണ്ടാണ് കേട്ടോ, +1 +2 ബാച്ച് സുമേഷ്. പിന്നെ ഒരാൾ കൂടെ ഉണ്ട് ഗൈസ്, ശരത്. കമോൺ. അവൻ നീയല്ല, ബട്ട് 2 ശരത്തുണ്ടാണ്, കൺഫ്യൂസ്ഡ് ആണ്. ശരത്ത് പറയാൻ കണ്ടിട്ട് ഏകദേശം ഗൈസ് അവനവിടെ ഭയങ്കര ചെറിയായിരുന്നു. അപ്പോൾ താലികെട്ടൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ അത്യാവശ്യം ചില പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത ഇനി ഫുഡാണ് കേട്ടോ, നല്ല അസൽ സൂപ്പർ ഫുഡാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് കഴിക്കാൻ പറ്റില്ല, അങ്ങനെ ഉണ്ടാവുന്നത്. ഗായത്രി വെയിറ്റിംഗ്. എടാ നമ്മളെ കാർ നോക്കടാ, ഹൈ ലെവൽ. ഹായ്. ഇങ്ങോട്ട് സുമേഷ് കട്ട വെയിറ്റ്. സുമേഷ് എന്തെങ്കിലും പറഞ്ഞ ഗൈസ്, ഇവൻ ഭക്ഷണത്തിന് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്, ആയിട്ടില്ല. ഹർഷ, ശരത്ത്, സാ കുറച്ച് ചോറും കൂടി ഇട്ടെ. അല്ല നമുക്ക് വൈറലാക്കാം, പെട്ടെന്ന് ഓൺ ദി സ്പോട്ടിലാകും. ചെക്കന്മാരെ കട്ട വെയിറ്റിംഗ് ആ ഫുഡിന്. ക്യാരി ഓൺ. ഇല്ല, ജസ്റ്റ് ഒരു ഫൺ ആയിട്ടുള്ളൂ. എടുത്തോ, നാളെ അപ്ലോഡ് ചെയ്യുള്ളൂ. സുമേഷ്, ശരത്ത കുറച്ച് ചോറിട്ടെ. നമ്മള് പക്ക ഡീസന്റ്. ഇവിടെ നോക്ക്, ഞാൻ ഡീസന്റ്. കഴിച്ചോ, ഞാൻ വലിയ ഷർട്ട് കൊടുക്കുന്നു. എന്റെ സെക്കൻഡ് അതിന് ചോറ് വേണ്ടേ? എന്തേ? ഞാൻ എടുത്തോ, നീ ഭക്ഷണം കഴിക്കും. പക്ഷെ പപ്പടത്തിന്റെ പകുതി കാണല്ലോ. ഓക്കെ ഓക്കെ, ഞാനവിടെ പുറത്തുണ്ടാവട്ടെ. നീ പോയി ജസീലിനെ വിളിക്ക്. ഹായ് ഹായ് ഹായ്. അപ്പൊ ഞങ്ങളും കഴിക്കായിരുന്നു ഗൈസ്. അങ്ങനെ മനസ്സോ, നീയല്ല അങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താൽ അതാ അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ, സെറ്റല്ലേ? അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിൻ്റെ അടുത്ത വിശേഷം കഴിച്ചു. എനിക്ക് വേണം, ആവശ്യമുണ്ട്. സത്യം പറ, നീ ഇന്ന് മാരേജ് ആണ് പറഞ്ഞല്ലേ കുറച്ച് കഴിക്കുന്നത്? ചേട്ടാ ഞാൻ നല്ല കഴിക്കട്ടോ. അറിഞ്ഞാൽ മതി. എന്നെ മനസ്സിലായോ?
സുഹൈൽ അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതെ അതെ അവൻ്റെ വൈഫ്. ഓക്കെ ഞങ്ങൾ പുറത്ത് വെക്കാം. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡൊക്കെ സെറ്റാണ്. നീ കഴിച്ചില്ല ഫുഡ്? ഓ, അവർ ആക്ച്വലി വേറെ മാരേജിന് പോയിട്ട് തിരിച്ച് വന്നിട്ട് ഇവിടുന്ന് കഴിക്കണമെന്നാണ്. ഇതല്ല മുഖ്യം, അവളുടെ ഫ്രണ്ടിൻ്റെ മാരേജിന് അങ്ങോട്ട് പോയാൽ ഞങ്ങൾ. അവിടെ ബാക്കിയുള്ളവരൊക്കെ വണ്ടിയിലുള്ളിലാണ്. ഞാൻ പോണു ഗൈസ്, ഇപ്പോൾ വരാം. ഫുഡ് കഴിച്ചതിൻ്റെ എല്ലാവരും ഭയങ്കര റെസ്റ്റിങ്ങിലാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഹലോ ഹലോ ഹലോ, അവിടെ സാർ എനിക്ക് ഓക്കെ പാട്ട് ഇട്ടിട്ടുണ്ട്, എനിക്ക് കോപ്പറേറ്റ് കിട്ടും. അവിടെ കൊടുത്തിട്ടാണ് ഞാൻ പറഞ്ഞത് എവിടെ എന്താടാ കുറെ നേരം പോയിട്ടില്ല. എന്താ അളക്കണ്ട. അങ്ങനെ നമ്മുടെ ഗായത്രി പോവുകയാണ് വരൻ്റെ വീട്ടിലേക്ക്. ഇതെൻ്റെ വേറൊരു ഫ്രണ്ട് സഞ്ജയ്. ഹായ് പറയൂടെ, എന്തോ ഒരു ഷെയറിനകത്ത്. അപ്പോൾ ഞങ്ങൾ കല്യാണ പെണ്ണൊക്കെ പോയി ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ചെറിയ പ്ലാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം ഫ്രണ്ട്സിനൊക്കെ എല്ലാവരും കൂടിയും കണ്ടില്ലേ? ഞങ്ങൾ അത്യാവശ്യം ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ട്. ചെക്കൻ ഭയങ്കര കരച്ചിലാണ്, അത് കാരണം നിൽക്കുകയാണ്. അപ്പോൾ വരൻ
വധു വീട്ടിലേക്ക് പോയി. ഇൻഷാല്ലാ അപ്പോൾ അടുത്തതായിട്ട് ഇത്രയും പെട്ടെന്ന് തന്നെ അടുത്തതായി നമ്മളെ വൈശാഖ് സുമേഷ് നിന്റെ അല്ലേ നെക്സ്റ്റ് മാരേജ് നെക്സ്റ്റ് അവന്റെ ഇവന്റെ കഴിഞ്ഞ ശേഷം അവന്റെ പിന്നെ അവന്. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ യു. ഇപ്പോൾ ഗൈസ് ഫങ്ഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഏകദേശം അടിപൊളിയായിരുന്നു. അത്യാവശ്യം ഫ്രണ്ട്സിനെ കാണാൻ പറ്റി. +1 +2 ബാച്ച്. ഇനി കുറേ വീഡിയോ കിട്ടിട്ട്, അപ്പോൾ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചെറുപ്പറായിക്കായിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം.